ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടില്ല. ഉച്ചവരെ ഞാൻ ഓടിയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് ലേറ്റായി. ഇന്നലെ ഞാൻ ഉച്ചൻ്റെ ശേഷം നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടില്ല, കടയിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പം ഒന്ന് വാങ്ങിച്ച് കഴിച്ചു. പാക്കറ്റ് ഉണ്ണിയപ്പം നല്ല മെഴുക്കായിരുന്നു. കഴിക്കുമ്പോൾ തന്നെ മെഴുക്ക് ഉണ്ട്, പക്ഷേ ഉണ്ണിയപ്പല്ലേ, ആരായാലും കഴിക്കുമല്ലോ. അയ്യോ നല്ല കുട്ടി. അപ്പോൾ കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഛർദി ഇങ്ങനെ പിടിച്ചു, ആകെ ക്ഷീണം പിടിച്ചു, ആകെ സീനായി. അപ്പോൾ എന്താ പറയുക, ഉച്ചൻ്റെ ശേഷം ഞാൻ ഇറങ്ങിയില്ല. ഇറങ്ങിയില്ല. പിന്നെ ഇന്ന് ഇപ്പോൾ ഇറങ്ങുന്നുള്ളൂ. ഇന്നലെ രാത്രി ലാസ്റ്റ് മരുന്ന് കുടിച്ചാൽ കിടന്നത്. അപ്പോൾ ചെറിയ ക്ഷീണം കാരണമായിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പോൾ എന്നാൽ ചെറിയ ട്രാഫിക്കും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ 9 മണി ആയിക്കണ്. അപ്പോൾ എന്നാൽ നോക്കുക, ആദ്യ ട്രിപ്പ് കിട്ടുക, എവിടുന്ന കിട്ടുക, എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ നോക്കാം. അപ്പം എന്നാൽ ഓക്കെ, ശരി. ഒന്ന് ചവിട്ടി തരാൻ ആർക്കും പറ്റൂല തോന്നുന്നുണ്ട്. ഇല്ല, ഞാൻ മെല്ലെ എടുക്കുമല്ലോ, നമ്മളെ പരിപാടിയാണല്ലോ എടുക്കാന്നുള്ളത്. നമ്മളെടുത്തിട്ട് ആ ട്രാഫിക്കിൻ്റെ അടുത്ത് ഇനി ഇവിടുന്ന് പിന്നെ ഞാൻ ബസ് കയറാണ്ട് പോയി കഴിഞ്ഞാൽ മെല്ലാണ്ട് കയറ്റാനായിരിക്കാം. ഡേറ്റ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടില്ല, നായ്ക്കളാരും സൈഡ് തരില്ല. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടി തന്നെ നമുക്ക് അടുത്ത് പോകാനുണ്ടാവുള്ളൂ. അത് ചെയ്യൂല. നമ്മൾ പലപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നാൽ ചെയ്ത് കൊടുക്കാതെ ഇരിക്കാറുമുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ സ്ഥിരം ഏരിയയ്ക്ക് തന്നെയാണ് പോണത്. ഇവിടെ 2 ടാക്സി വേണ്ടി കുറേ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് ആയതാണ് എന്താണെന്ന് അന്വേഷിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നേരെ നമ്മൾ സ്റ്റേഡിയം, നമ്മളെ സ്ഥിരം ഏരിയയ്ക്ക് തന്നെയാണ് പോണത്. അവിടെ എത്തുമ്പോൾ നമ്മൾ ചുമ്മാ കുറച്ച് നേരം വയറ് നോക്കിയിരിക്കുക. പിന്നെ എന്താ പറയുക, ഹോട്ടൽ എന്തായാലും കിട്ടും ഇപ്പോൾ. പഴയ മാതിരിയല്ല, റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നാൽ സ്റ്റേഡിയം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇനി സൈഡാക്കി ആദ്യ ട്രിപ്പ് ഇവിടുന്ന് കിട്ടുക ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടോ. എന്താ പറയുക, ഇവിടെ എത്തിയിട്ടില്ല, സൈഡാക്കിയിട്ടില്ല. നമ്മൾ ലിങ്ക് റോഡിൽ കയറി അടുത്ത് തന്നെ അടിച്ച്. ഇപ്പോൾ നമ്മൾ കസ്റ്റമർ എടുക്കാൻ പോവുകയാണ്. കസ്റ്റമർ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ ഹായ് ഗായ്സ്. അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അത് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അങ്ങോട്ടായിരുന്നു. ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അതേ കാണാം, ബോർഡിപ്പോൾ കാണാം. ബോർഡിപ്പോൾ കാണാം. ഉണ്ടോ? യെസ്. അയ്യോ, അത് സൂപ്പർ മാർക്കറ്റ് എടപ്പള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക്. ആ ചേട്ടാ, അതിപ്പോൾ വേറെ എന്തോ ആണ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യ ട്രിപ്പ് ഊബറിനാണ് കിട്ടിയത്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അത് നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിന് അടുത്തുള്ള ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അങ്ങോട്ടായിരുന്നു. ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അത് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോവല്ല, നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കണം. നമ്മൾ ഇവിടെ തന്നെ ഒന്നൊരു കാര്യമില്ലല്ലോ, ഇവിടെ നിന്ന് ഓട്ടം കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് ആംബുലൻസ് പോകുന്നുണ്ട്. ഫോൺ നല്ല ജെർക്കുണ്ട് ഇത്രടുത്ത് വെച്ചിട്ടു. എന്താ ചെയ്യപ്പോ? അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കണമല്ലോ ഗായ്സ്. ഓർ കുറേ ഫ്രണ്ടിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഇവിടെ തന്നെ സൈഡാക്കാം. ഏത് കുഞ്ഞമ്മൻ്റെ മക്കളെ ചോദിക്കാൻ വരാം നോക്കാം. പോലീസ് അല്ലാതെ ആരും ഒന്നാലും ഇതേ ഇത്രയേ ഉള്ളൂ. അവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ അടുത്ത് ഇവിടെ സൈഡാക്കുന്നുണ്ട്. അത് അത്യാവശ്യം സ്പേസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൈഡാക്കുന്നത്. അവിടെ ഒരു ഗ്യാപ്പാണ്. അവിടെ നമ്മൾ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിന് വല്ല വണ്ടി എന്തെങ്കിലും അങ്ങോട്ട് കയറ്റാൻ എന്തെങ്കിലും ആവശ്യത്തിന് ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാനത് അങ്ങനെ ആക്കി. എന്തായാലും നല്ല സ്ഥലമാണ്, അധികം വഴുകാണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പം എന്നാൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഏരിയ കിട്ടാൻ നോക്കി വെയിറ്റ് ചെയ്യുക. എല്ലാ ആപ്പ് ഓണാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ട്രിപ്പൊന്നും അടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇടാൻ വിചാരിച്ചു. ഫ്രണ്ടിലേക്ക് മീൻസ് നമ്മൾ റെനി മെഡിസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പരിസരത്തായിട്ട് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. ക്യാമറ ഓക്കെ എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ വേറെയും ടാക്സിക്കാർ കിടക്കുന്നുണ്ട്. അവർക്ക് ഏതാ പരിചയക്കാരനാ തോന്നുന്നു. വണ്ടി ഉണ്ടോ പെട്ടെന്ന് മനസ്സിലായില്ല.
അപ്പോൾ അത് ഏകദേശം റെനി മെഡിസിറ്റിൻ്റെ അടുത്ത് എത്തിട്ടു. അടുത്ത യൂട്ടേണിൻ്റെ അടുത്ത് റെനി മെഡിസിറ്റി ആണ്, ഹോസ്പിറ്റലാണ്. അതെ, അടുത്ത് തന്നെ. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഇടാം. റെനി മെഡിസിറ്റി. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രിപ്പൊന്നും ഇല്ല. വെറുതെ എന്തിനാ അവിടെ ഇങ്ങനെ കിടന്ന് മുഷിയാണ്. രാവിലെ തന്നെ മുഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. പിന്നെ എനിക്ക് ഈ പന്നിയുടെ സർവീസ് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടേ, കഴിഞ്ഞ സർവീസ് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇന്നൊന്ന് സർവീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരെ ഏകദേശം ഫ്രണ്ടിലെത്തി. ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കി അവിടെ ഒരു ടാക്സിക്കാരൻ കിടക്കുന്നുണ്ട്. കാർ പാർക്കിംഗ് ഓക്കെ. കാർ പാർക്കിംഗ് ആരെ പാർക്കിംഗ് ആണോ വേർഷനെ? നമ്മൾ മെല്ലെ ഇവിടെ സൈഡാക്കുന്നുണ്ട് കേട്ടോ, വേറെ വഴിയില്ല, അതുകൊണ്ടാണ്. ഹായ് ഗായ്സ്, അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഓട്ടം കിട്ടി. നമ്മളെ കൊച്ചി റെനൈ ഹോട്ടലിൽ നിന്ന്, നമ്മളെ പാലാരിവട്ടം തൊട്ടടുത്ത് തന്നെയാണ് ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഏതാണ് നേവൽ സിയോ, മറ്റേ ഇവിടെ തന്നെ കുന്നുംപുറം. ഇതിലേക്ക് ഏതോ ഒരു ഐ എസ് ഒ നേവിയൽ എന്തോന്ന് ഉള്ളു, വായിക്കാൻ പറ്റില്ല മയില്. അപ്പോൾ എന്തായാലും അവിടുന്ന് അബ്ദുൽ കലാം ഇവിടെ ഒരു നേവീൻ്റെ എന്തോ സംഭവമില്ലേ, മറ്റേ ISRO അങ്ങനത്തെ വരുന്നൊരു സംഭവം, അതിൻ്റെ എന്തോ സെറ്റപ്പാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളിത് ഇവിടെ സൈഡാക്കാൻ പോവാണ്. ഇവിടെ സൈഡാക്കാൻ വെച്ചാൽ മയിൽ നല്ല വെയിലാണ്. കുറച്ചുകൂടി ഫ്രണ്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട്, പക്ഷെ വെയിലാണ്. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് എവിടെയെങ്കിലും സൈഡാക്കാൻ തണ്ടത്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഫ്രണ്ടിലൊരു ടാക്സിക്കാരുണ്ട്, ഒരു സീറ്റ്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ എന്നാൽ മൂപ്പരെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. വേസ്റ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് ബാക്കിയിരിക്കണ്. എന്തായാലും ഗ്ലാസ് ഒന്നും താത്താതെ കുറച്ച് നേരം കൂടി ഇരുന്ന് നോക്കാം, എന്താ അവസ്ഥ നോക്കാം. അപ്പോൾ നോക്കിയ ഗൈസ്, പണ്ട് ആയതുകൊണ്ട് പേടിക്കില്ല മയില്. ഹായ് ഗൈസ്, അപ്പോൾ ആ ഒരു ഓട്ടം കിട്ടി. നമ്മുടെ എന്താണ് നേവീൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ, ഭാരത് മാതാ കോളേജിൻ്റെ ഒക്കെ തൊട്ടടുത്ത്. നേവി ISRO അങ്ങനെ എന്തോ സംഭവം. അപ്പോൾ അതിൻ്റെ അടുത്തേക്കായിരുന്നു ഓട്ടം. നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അടുത്തില്ല. പിന്നെ അതിലുണ്ടായിരുന്ന ഓഫീസറാണ് വെച്ചാൽ നമ്മൾ വണ്ടി വിളിച്ച ഓഫീസറാണ് വെച്ചാൽ ഒരു മുരടനല്ല, അപ്പോൾ ഒരു എന്താ പറയുക, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഇതേ അടുത്ത ട്രിപ്പ് പഠിച്ചിട്ടാണ് പോയിട്ട് കാണാം അതെങ്ങോട്ടാ. അപ്പോൾ അത് ഏതൊരു വീഗാലാൻഡ് വില്ലേജായിരുന്നു. അപ്പോൾ ഇവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്കൊന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. മിക്കവാറും അവരും ഈ ലൊക്കേഷനിൽ തന്നെയാണ്. നമുക്കൊന്ന് വിളിച്ച് നോക്കട്ടെ, വണ്ടിയിൽ നിന്ന് ബാക്കി കിട്ടുന്ന റെഡിയാക്കിയിട്ട് അവരെ വിളിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നോക്കേ ഗൈസ്, അപ്പോൾ ആ ട്രിപ്പും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, നോക്കട്ടെ അവർ ഒന്ന് വിളിച്ച് നോക്കട്ടെ നമുക്ക് ഇവിടെ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഗൈസ് അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അവർ വന്നത് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണെങ്കിലും അവരെത്തിട്ടോ. അവരെത്തി അവിടെ അവരെ മകനെ സ്കൂളിലാക്കാനായിരുന്നു. നമ്മുടെ ചക്കരപ്പറമ്പ് ഇവിടെ പാലാരിവട്ടമല്ലേ, നമ്മളെ എന്താ പറയുക, വൈറ്റില റോഡില്ലേ, വൈറ്റില റോഡ് ഇങ്ങനെ കയറി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇപ്പം നിൽക്കുന്നത് പൊന്നുരുത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവരെ സ്കൂളിലാക്കി ഞാൻ കഴിഞ്ഞിപ്പോൾ ഇവിടെ എത്തിയതിലേക്ക് ഒന്ന് CNG ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ CNG സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി CNG ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ച വരെ ഓടിയിട്ട് വൈകിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. ഇനിയാന്ന് ലാസ്റ്റ് ദിവസം ഫില്ല് ചെയ്തതാണല്ലേ, ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ വരെ എത്തിയതല്ലേ, അത് ഞാൻ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. മഴ നല്ലാണ്ട് കനത്ത് പെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ട്രിപ്പ് ഇപ്പം തന്നെ അടിക്കും. പക്ഷെ അത് എടുത്ത സീനാണ്, കാരണം CNG ഉണ്ട് എന്നാലും കുറവല്ല. 3 തട്ടേ ആയിട്ടുണ്ട്. ഒന്ന് അത്യാവശ്യം ഇപ്പോൾ ഓടും ചെയ്തില്ലേ, അപ്പോൾ അത് അടിച്ചിട്ട് വരാം. ഈ സർവീസ് റോഡിനെ കയറുന്നത് കൊണ്ട് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വേഗം പോവാം. പൊന്നുരുത്തി ആണ്. ഇത് എവിടെയാ സ്ഥലം? അപ്പം നല്ല കിടിലം മഴ അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ മഴ. അവിടെ നിർത്തി
നിർത്തി തന്നു. അതിൻ്റെ അടുത്തൊരു ബൈക്കാരെ നിർത്തിയിട്ടുണ്ട്, ഒരു പോസ്റ്റും ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ബൈക്കാരെ നിർത്തിയതുകൊണ്ട് നിങ്ങൾ കണ്ടതല്ലേ, ഒരു ബ്ലോക്ക് നിർത്തി, ഞാനും നിർത്തി. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് എടുത്ത് പോകും. ഞാൻ കാര്യമായിട്ട് ഈ നമ്മളെ പമ്പ് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിന് കറക്റ്റ് എന്താ പറയാന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതിനൊന്നും ഒരു ഷോപ്പിൻ്റെ സ്ഥലപ്പേര് കിട്ടില്ല. അപ്പോൾ ഗായ്സ് വലിയ തിരക്കൊന്നുമില്ല, ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ വേറൊരു വണ്ടിയുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ഒന്നും ചെയ്യുന്നുണ്ടല്ലേ. അപ്പം എന്നാൽ പിന്നെ നമുക്ക് അവൻ കഴിഞ്ഞാണെന്ന് അവൻ്റെ അടുത്തേക്ക് മെല്ലാണ്ട് കയറ്റാം. അപ്പോൾ ഓക്കെ, എന്നാൽ അത് കഴിഞ്ഞിട്ട് വരാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ CNG ഒക്കെ ഫില്ല് ചെയ്തു. പിന്നെ ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ അവിടെ തന്നെ വെറുതെ സൈഡാക്കിയിട്ടപ്പോഴാണ് കണ്ടത്. ഏത് മോഡൽ മുതലുള്ള വണ്ടികളാണ് ഊബറിൽ അറ്റാച്ച് ചെയ്ത് ഓടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ റെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ഒന്നും കഴിച്ചില്ല, നേരെ 12 മണിയായി. രാവിലെ സംഭവം വൈഫ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ചു. എന്നാലും വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേഡിയം ലിങ്ക് റോഡിലൊരു കട ഉണ്ട്, അത്യാവശ്യം നല്ല ഫുഡാണ് അവിടുത്തെ. ഞാൻ ഒട്ടുമിക്ക ദിവസം അവിടെ തന്നെ കഴിക്കല്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നാലും നേരെ അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാ ആപ്പും ഓണാണ്. എല്ലാ ആപ്പ് എന്ന് പറഞ്ഞാൽ ഊബറും യാത്രയും ഓലയും ഓണാണ്. റാപ്പിഡോ ഞാൻ എടുക്കാറില്ല. എടുത്താൽ തന്നെ അവർ കസ്റ്റമർ വേഗം ക്യാൻസലും ചെയ്യും. അതിനെ വെറുതെ ഞാൻ റാപ്പിഡോ ഓണാക്കില്ല. അതുകൊണ്ട് നേരെ വിടുകയാണ്. അവിടെ എത്തുന്നതിന് മുന്നേ ഏതെങ്കിലും ട്രിപ്പ് അടിച്ച് എങ്ങനെ പോകും. ഇല്ല അവിടെ എത്തുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടേ ഇനിയിപ്പോൾ ഓടുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതേമാതിരി 11 മണിക്ക് ഒന്നും കഴിക്കാതിരുന്നിട്ട് ഉച്ചയായപ്പോഴും വയറ് കയറി ഞാൻ ആകെ ഗ്യാസ് കയറി രഫായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്, എന്തെങ്കിലും കഴിക്കണം. എന്തായാലും ഇനി റൂമിൽ പോകണില്ല, റൂമിൽ ഇനി വൈകിട്ടേ പോകുന്നുള്ളൂ. അപ്പം എന്നാൽ അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ നോക്കുക നമുക്ക്. അതുവരെ ബൈ. ഹായ് ഗായ്സ്, അപ്പോൾ പറഞ്ഞ മാതിരി തന്നെ ചായ കുടിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ എത്തിയിട്ടില്ല. എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ട്രിപ്പ് അടിച്ചു. കെനറ്റ് എന്നാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. 1 മണിക്കൂറും 1 മിനിറ്റോ 5 മിനിറ്റോ അങ്ങനെ എന്തോ ആണ് ട്രിപ്പിൽ കാണിച്ചിട്ടുള്ളത്. എന്ത് കാണിച്ചിട്ടുള്ളത്? ടൈം കാണിച്ചിട്ടുള്ളത്, റൈഡിങ് ടൈം കാണിച്ചിട്ടുള്ളത്. സ്ഥലം ഞാൻ നോക്കിയില്ല. ഞാൻ 500 സംതിങ് എന്തോ അതിൽ കാണിച്ചത്. പെട്ടെന്ന് തന്നെ എടുത്തു, കാരണം ഇന്ന് നേരം വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ അല്പം മോശമാണല്ലോ. അപ്പം ഇനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. എന്താ ചെയ്യുക, നേരെ പോവുക, അവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഇവിടെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ട്. അപ്പം എന്നാൽ കസ്റ്റമറെ എടുക്കാൻ വേണ്ടി നമ്മളിതാ പോവാണ് കേട്ടോ. അവർ വിളിക്കുന്നുണ്ട്, ഊബറിന്ന് കസ്റ്റമർ വിളിക്കുന്നു. ഗായ്സ്, അവരെ ഡ്രോപ്പ് ചെയ്തു. എയർപോർട്ടിൽ നിന്നും കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഏതോ ഒരു സ്ഥലമായിരുന്നു. അവരെ ഡ്രോപ്പ് ചെയ്തു. ഇതാ തിരിച്ചിറങ്ങുകയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയുക, ഊണ് എന്ന രീതിയിൽ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ടാക്സിക്കാരൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ അവരും കഴിക്കാനൊക്കെ ആയിട്ട് വന്നതിനായിരിക്കും. എന്നാൽ പിന്നെ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലേ, ആ ഗ്യാപ്പിലാണ്ട് ഇട്ടിട്ട് നമ്മൾ പോയി ഊണ് കഴിച്ചിട്ട് വരാം. അപ്പം ഓക്കെ. തനിമ ഹോട്ടൽ തനിമ കേട്ടോ. ഹോട്ടൽ തനിമയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം ഡ്രൈവർമാരൊക്കെ ഉണ്ട്, നല്ലതാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, ഭക്ഷണം കഴിച്ചു വന്നിട്ട് അന്നലത്തെ മാതിരി ഊണും ബീഫും വാങ്ങിയിട്ട് ബീഫ് പാർസലാക്കേണ്ട ഗതിയിൽ വരാതിരിക്കട്ടെ, നല്ല ഊണാവട്ടെ. ആദ്യം ഊണ് വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും വേണം നോക്കാം അല്ലേ. അപ്പോൾ ഓക്കെ ശരി, ഫുള്ള് മണ്ടത്തരം വിളിച്ചുകൊണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ ഊണ് കഴിച്ചു. ഒരു ഊണ് ഒരു ബീഫ് കറിയും പറഞ്ഞത്. ടോട്ടൽ 180. ഊണിന് 80ഉം ബീഫ് കറിക്ക് 100ഉം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ഊണിന് 80 ഉണ്ട് എന്നുള്ള വിഷയമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇടാതായിരിക്കും. കാരണം ഇവിടെ അത്യാവശ്യത്തിലേറെ ടാക്സിക്കാർ കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വന്നതിനായിരിക്കും സീറ്റ് പറ്റിട്ടില്ല, മറന്നുപോയി. അപ്പോൾ എന്താ പറയുക, ഒരു ഫ്ലാറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കാമെന്ന് വിചാരിക്കുന്നു.
ഇവിടെയൊക്കെ ടാക്സിക്കാരട്ടോ. ഇങ്ങോട്ട് വരുന്ന ഈ ഒരുപാട് ടാക്സി വണ്ടികളുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു ടേണിങ് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ കാണാം നിങ്ങൾക്ക് ടാക്സിക്കാർ ഒരു ചാകരുണ്ടായിരുന്നു. അത് എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വന്ന് നിർത്തിയതാണോ എന്ന് അറിയില്ല. കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് 2-3 അയ്യാ ചുമ. അതെ പറ്റുന്നില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വണ്ടി കുലുങ്ങിയിട്ടാന്ന് തോന്നുന്നത്. എന്താ ഒരു സോക്കേട്. ഇതാ ഇവിടെ ഞാൻ പറഞ്ഞു ടാക്സിക്കാരൊരു പൂരം. ഈ ഒരു സൈഡ് ഫുൾ അപ്പോൾ വെച്ചിട്ട് അത് കട്ടായി പോയടാ. ഞാൻ ഇത് ഫോൺ തിരിക്കാൻ നോക്കിയത്. ഇവിടെ ഒരുപാട് ടാക്സി കിടക്കുന്നുണ്ട്. ഒന്നൊന്നല്ല, ഒരുപാടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഡ്രൈവർമാരും ഉണ്ട്. എല്ലാവരും ഇതേമാതിരി കാത്തു തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാനും കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മറ്റൊന്നുമില്ല, ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇത് ഞാൻ കാണിച്ചത്. അത്യാവശ്യം പിള്ളേരുണ്ട് കള്ള് ഷാപ്പിൽ. ഇതാണ് കള്ള് ഷാപ്പ്. അത്യാവശ്യം നമ്മളെ പിള്ളേരും കാര്യമൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ കള്ള് ഷാപ്പ്. പിള്ളേരുണ്ട്, പെൺപിള്ളേരും ഉണ്ട് അതിനുള്ളിൽ. കൊള്ളാം ഗൈസ്. അപ്പം ഇനി ഇവിടുത്തെ ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ നോക്കിയിട്ട് ഞാൻ പറയാം. ഹായ് ഗൈസ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഭക്ഷണം കഴിച്ചാൽ അവിടെ ഇങ്ങനെ ഒരുപാട് നേരം കിടക്കുന്നത് മണ്ടതരാൻ തോന്നി. അപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ എയർപോർട്ട് റോഡാണിത്. എയർപോർട്ട് ഓടിക്കേണ്ടി കയറിയിട്ട് നമ്മളെ എന്താ പറയുക, അങ്കമാലിക്കാണ്ട് കയറി കിടക്കണോ അതോ നമ്മുടെ എടപ്പള്ളിക്ക് അങ്ങോട്ട് കയറി കിടക്കണം എന്നുള്ള ഡൗട്ടിലാണ്. എന്തായാലും ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ അത്രയും വണ്ടിയുണ്ട്. പിന്നെ അതിനേക്കാളുപരി നമുക്ക് ട്രിപ്പല്ല വലുത്, വെറുതെ കിടക്കണ കാട്ടി ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നല്ല രസം കാണാൻ. അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് വന്നത്. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചുറ്റൂറും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഒരുപാട് ചെടികളുണ്ടായിരുന്നു. കേട്ടോ, ഒരുപാട് ചെടികൾ. എന്ത് ക്യാമറ ഡാർക്ക്, ഒരുപാട് ചെടികളുണ്ട്. ക്യാമറയ്ക്ക് എന്തോ ഡാർക്ക് ആണെന്നുണ്ട് ഗൈസ്. എന്താ സംഭവം അറിയത്തില്ലല്ലോ. ഹായ് ഗൈസ്. അപ്പോൾ ആ ട്രിപ്പും നമ്മൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നൊരു ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന് ചെറിയൊരു വീഡിയോ എടുത്തോളും. കസ്റ്റമർ തൊട്ടടുത്ത് തന്നെ എനിക്ക് ട്രിപ്പ് അടിച്ചത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കസ്റ്റമറാണ് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്തൊരു എന്താണ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി നിന്ന അടുത്ത ട്രിപ്പ് ഞാൻ കിട്ടുന്നു. അത്യാവശ്യം ചെറിയ ഉള്ളേരിയാണെങ്കിലും കുറച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൗൺ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഉള്ളേരിയാണെങ്കിലും ഈ റോഡ് വളരെ മോശമാണ്. ഇതിന് ജെർക്കായിട്ട് കിട്ടും. ആ വീഡിയോ നല്ല ജെർക്കിങ് ഉണ്ടായിരിക്കും. അത് ഇവിടെ നിന്നെങ്കിൽ കുറച്ച് ഫണ്ട് റെഡിയാക്കിയിട്ട് നമുക്കൊരു മറ്റേ ക്യാമറ വെക്കണം. ഡാഷ് ക്യാം ഇല്ലേ, ഡാഷ് ക്യാമായിട്ട് വെക്കുന്ന. ഇവിടെ ഒരു ടർഫ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. റെഡിയാക്കട്ടെ. ഇതാണ് ഹോസ്പിറ്റല്. ഇതന്നെ ഹോസ്പിറ്റൽ. അപ്പം നമ്മൾ കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക്, ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് എവിടെയാണാവോ, ഫ്രണ്ട് ഗേറ്റ് ആണെന്ന് തോന്നുന്നത് അവിടെ ഞാൻ കണ്ടത്. എന്നാലും വേണ്ടില്ല, കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റിയിടാം. ഒരു ഷോ കടയില്ല, ഒന്നുമില്ലല്ലോ. എളുപ്പം ഫ്രണ്ടിലോട്ട് മാറ്റിയിടാം അല്ലേ. അതെ. ഇവിടെ ഇപ്പോഴാണ് 2 വണ്ടി കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം നിൽക്കാം. എൻ്റെ കുഞ്ഞു അതിനുള്ള ഒരുപാട് വണ്ടിയുണ്ട്. അപ്പോൾ സമ്മർട്ടീൻ കോളേജ് ഓഫ് നഴ്സിംഗ്. അവിടെ നഴ്സിംഗ് കോളേജും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കുക. റോഡ് ഏകദേശം ഇവിടെ തീർന്ന്. ഇനി ഇവിടുന്ന് ഞാൻ മാപ്പ് ഇട്ട് പോവും. വേറെ എന്ത് ചെയ്യാനാണ്. അവിടെ ഒരു മെയിൻ റോഡ് അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുക കുറച്ച് നേരം, എന്നിട്ട് നോക്കാം. അപ്പം എന്നാൽ ഓക്കെ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടു. അപ്പോൾ നമ്മൾ സുഹൃത്ത് വിളിച്ചു. അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ട്രിപ്പ് അടിച്ചത്. തൊട്ട് മുന്നേ തന്നെ 300 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു
പിക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ പോയി എടുത്തു. നമ്മൾ നേരെ ഇവിടെ നമ്മളെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്തു. തിരിച്ച് നമ്മൾ പോവാണ്. ആപ്പ് കാര്യമൊക്കെ ഓഫാക്കി. ആകെ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫുള്ള് ഇംഗ്ലീഷ് കാണും. മാറി കളിക്കുന്നല്ലേ. നമ്മുടെ ഇന്ത്യക്കാരല്ല, എന്തായാലും പുറത്തുള്ള ആരുമാണ്, വിദേശികളാണ്. ഒരു രക്ഷയില്ലായിരുന്നു ഇംഗ്ലീഷ്. അവർക്കൊരു കുട്ടി മലയാളം അറിയില്ല. പിന്നെ മിണ്ടാണ്ട് അവിടെ ഇരുന്നു, വേറെ ഒന്നും പറയാനില്ലല്ലോ. നിശബ്ദനായി ഇങ്ങനെ ഇരുന്നു, എല്ലാം കേട്ടു. കറക്റ്റ് ലൊക്കേഷനായിരുന്നു. ഒരു പൊടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. അതുകൊണ്ട് അവരെ കിടന്ന് കറക്റ്റ് ഡ്രോപ്പ് ചെയ്തു. ഓരോക്കെ ക്യാഷും തന്നു, അവർ പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തള്ളപ്പിടിക്ക് AC 3-ലൊക്കെ വെക്കണമായിരുന്നു, 2-ൽ വെച്ചു കൊടുത്തിരുന്നു. അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ ആണെങ്കിൽ അത്യാവശ്യം കൈ തണുത്ത് മരവിച്ചിട്ടുണ്ട്. അവർക്ക് ബാക്കിക്ക് തണുപ്പ് കൂളിങ് കുറവാന്നുള്ളതിൽ അവർ 3-ൽ വെക്കാൻ പറഞ്ഞു. 3-ൽ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പം എന്നാലേ ഇനി നേരെ നമ്മൾ ആശാൻ്റെ അടുത്തേക്ക് പോവാണ്. ആശാൻ മറ്റേ DJക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോകാൻ പറ്റുമോ? പോയി കഴിഞ്ഞാൽ കളക്ഷനും ആകെ തെറ്റും, എല്ലാം തെറ്റും. DJക്ക് ആശാൻ്റെ കൂടെ DJ പാർട്ടിക്ക് പോവുകയാണെന്ന് വെച്ചാൽ ആശാനാണ് അവിടെ DJ ആ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം എന്നാൽ ഓക്കെ കേട്ടെ. ഹായ് ഗായ്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആശാന്റെ കൂടെ HOD ബാറല്ലേ, യെസ്, അവിടെ നമ്മൾ DJ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ എന്നാൽ അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. ഓക്കെ. അപ്പോൾ ഇവ നമ്മളെ പറ്റിച്ച് നമ്മളവിടെ ഇറക്കി തന്നിട്ട് പോവാണ്. ഇത്തേണ്ടി നമ്മളെ ചതിച്ചിരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമ്മളെ സാധനമൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു സംഭവമാണ്. കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ തുടങ്ങും പരിപാടി. തുടക്കം ആള് കുറവായിരുന്നു ഞങ്ങളെത്തിയപ്പോൾ തന്നെ. പിന്നീട് ആളൊക്കെ ഒന്ന് സെറ്റായി, നല്ല കിട്ടില്ല പ്രോഗ്രാമായി മാറിയിരുന്നു. അധികം വൈകാതെ തന്നെ എൻ്റെ ഫോൺ അങ്ങനെ ഓഫായി. അതുകൊണ്ട് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല.